ഒരു ആഡ് ഫിലിമിന് വേണ്ടി ഫ്ലോർ കാണാൻ വന്നതാണ്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലോറിലും പെയിൻറ്റ് ചെയ്യണം, പിന്നെ വോളിൽ പെയിൻറ്റ് ചെയ്യണം, പിന്നെ കളറ് കൺഫേം ആയിട്ടില്ല. കളർ കൺഫേം ആയി കഴിഞ്ഞാൽ കളറും കൂടി അടിച്ച് സെറ്റാക്കണം. ഈ ഫ്ലോറിൽ ഞാൻ മുമ്പും വർക്ക് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളുണ്ട്, പ്രോപ്സുകളുടെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നോക്കണം. തലേ ദിവസം തന്നെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. ഇനി പ്രോപ്സുകളെല്ലാം സെറ്റാണ്. നമുക്ക് ബാക്കിലൊരു സ്ഥലമുണ്ട്, അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നു. ലൈറ്റപ്പ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ പ്രോപ്സുകളൊക്കെ ഒന്ന് കാണാം. കുറച്ച് ഫ്ലവറിൻ്റെ വർക്കുണ്ട്, പിന്നെ അതെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി എല്ലാം സെറ്റാക്കാണ്. ഇനിയും കുറച്ച് വർക്കുകൾ കൂടി ഉണ്ട്. കുറേ പ്രോപ്സുകളുണ്ട്, ഓലക്കൊടിയുണ്ട്, ഫ്ലവർ തന്നെ ഇത്തിരി അധികമുണ്ട്. ഫ്ലവർ ഓണത്തിന് ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ആയതുകൊണ്ട് ഒത്തിരി ഫ്ലവർ അധികമുണ്ട്. പിന്നെ പൂക്കളുണ്ട്. ഇത് പെട്ടെന്ന് ഇടാൻ വേണ്ടി നമ്മൾ വിനൈലിൽ പ്രിൻ്റ് ചെയ്തൊരു 4Xൽ ഒട്ടിച്ച് വയ്ക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും. പിന്നെ സോഫ സെറ്റ് ഉണ്ട്, പിന്നെ പില്ലോസ്, പിന്നെ കുറേ ബാർ ചെയറുകളുണ്ട്, പിന്നെ ചെയറുകൾ, പിന്നെ കുറേ ബോക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബോക്സ് ആ കളർ പാറ്റേണിലാണ് കുറേ ബോക്സുകൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ വെക്കാനൊക്കെ ആയിട്ടുള്ള ബോക്സുകൾ. നൈറ്റ് നല്ല വർക്കായിരുന്നു, അതായത് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാണ്ടായിരുന്നു. പിന്നെ ഈ പൂക്കളത്തിൻ്റെ പൂക്കൾ ഉരിഞ്ഞിടാനും അങ്ങനെ നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പൂക്കളം ഒരു സൈഡിൽ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനും ജോമോനും കൂടിയിട്ടാണ് ചെയ്യണേ. അധികം ആൾക്കാർ ഈ വർക്കിനില്ല. ഇപ്പോൾ ഞങ്ങൾ സൈഡിൽ സെറ്റാക്കുകയാണ്. ജോമോൻ ഇങ്ങനെ അരികുകളൊക്കെ റെഡിയാക്കുന്നു, ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്ത് ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ഷോട്ടിലേക്കുള്ള സംഭവങ്ങൾ സൈഡിൽ കൂടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇത് റീപെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. പഴയ കളർ എന്ന് വെച്ചാൽ വൈറ്റാണ്, വൈറ്റ് കളറിലേക്ക് മാറ്റണം. ഇപ്പോൾ പൂക്കളത്തിൻ്റെ ഏകദേശം രൂപമായി. ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, സ്മൂത്തായിട്ട് പോകുന്ന കാര്യങ്ങൾ. ഈ ഷോട്ട് കഴിഞ്ഞാൽ അടുത്തത് പൂക്കളത്തിൻ്റെയൊക്കെയാണ്. ഇതൊരു അഭിനയിക്കാൻ വന്ന ലാബാണ്, ഷോർട്ട് ലാബാണ്. നല്ല അനുസരണകളാണ്, പറഞ്ഞതൊക്കെ കേൾക്കും, നല്ല ക്യൂട്ടായിട്ട് ചെയ്യും കാര്യങ്ങൾ. നല്ല ഇതുണ്ട്. ആൾ റെസ്റ്റിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്, റിലാക്സ് ചെയ്യാൻ വേണ്ടി. കുറേ നേരം ഉള്ളിൽ നിന്നപ്പോൾ ബോറടിച്ചു തോന്നുന്നു ആൾക്ക്. ഇതിപ്പോൾ വീണ്ടും ആളുടെ കൂടാവാറായി. ആളെ ഷോട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആളെ അവിടേക്ക് കൊണ്ടുപോകും, ഫ്ലോറിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ആൾ ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ആളുടെ അഭിനയമാണ് കുറച്ച് നേരം. ഇപ്പോൾ ഷൂട്ടൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. സമയം ഒരു 9 മണി ആയി. ഇനി കുറച്ചും കൂടി ഉള്ളൂ ഷൂട്ട് തീരാൻ. ഇപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞു, ഷൂട്ട് തീർന്നു. വലിയ കുഴപ്പമില്ലാത്ത വർക്കായിരുന്നു. ഇപ്പോൾ റീപെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഫുള്ള് 3 കൂട്ടടിച്ചിട്ടാണ് തീരണമെങ്കിൽ ഏകദേശം പുലർച്ചെ 4 മണി 5 മണിയാകും. എന്നാലാണ് ആ വൈറ്റ് കറക്റ്റ് കിട്ടുള്ളൂ. ഈ വർക്ക് ഭംഗിയായി തീർന്നു. നമുക്ക് അടുത്ത വർക്കിൽ കാണാം. ഇനി കുറച്ച് ഉറക്കം ബാക്കിയുണ്ട്.